കഴിഞ്ഞ ഫെബ്രുവരി 23 കോഴിക്കോട് വലിയങ്ങാടിയിലെ കോർപ്പറേഷൻ്റെ ഉടമസ്ഥതയിലുള്ള പഴകിയ കെട്ടിടം ഇടിഞ്ഞ് താഴെ വീണു. അതിന് താഴെ ഇരുന്നിരുന്ന 5 പേരിൽ 4 പേരും മരിച്ചു. അവശേഷിക്കുന്ന ഒരാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ട അബ്ദുൽ ജലീൽ എന്ന് പറയുന്ന കോഴിക്കോട് സ്വദേശി. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. കോർപ്പറേഷൻ വീട് വെച്ച് നൽകാമെന്ന ഉറപ്പിൽ പഴയ കെട്ടിടം പൊളിച്ചു നീക്കി. പക്ഷേ കോർപ്പറേഷൻ്റെ വാക്ക് പാഴ്വാക്കായി മാറി. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് ഏതാണ്ട് 4 സെൻറ്റ് സ്ഥലമാണുള്ളത്. ഒരു ഭാഗത്ത് റോഡിനും മറുഭാഗത്ത് 3 ഫൂട്ട് മറ്റൊരു വീടിനും വിട്ട് നൽകിയിട്ടുണ്ട്. ബാക്കിയുള്ള 3 സെൻറ്റ് സ്ഥലത്താണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. അബ്ദുൽ ജലീൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അയാൾക്ക് അന്ന് അപകടത്തിൽ വലിയ പരിക്കേൽറ്റു. അതിനുശേഷം 3 മാസത്തോളം ബെഡിൽ കഴിയേണ്ടി വന്നു. തൊഴിലിന് പോകാൻ കഴിയാത്ത സ്ഥിതിവിശേഷമുണ്ടായി. ചുമട്ടുതൊഴിലാളിയാണ്. പക്ഷേ ഇന്ന് ചുമടെടുക്കാൻ കഴിയാത്ത അദ്ദേഹത്തിന് വലിയങ്ങാടിയിലെ സഹപ്രവർത്തകർ നൽകുന്ന തുച്ഛമായ വരുമാനം ഉപയോഗിച്ചാണ് ജീവിക്കുന്നത്. അതോടൊപ്പം തന്നെ വാടക വീട്ടിൽ താമസിക്കുന്ന അദ്ദേഹം വാടക പോലും നൽകുന്നത് അതുപയോഗിച്ചാണ്. നമുക്കൊപ്പം ചേരുകയാണ് അബ്ദുൽ ജലീൽ. എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? ഇപ്പോൾ പണിയെടുക്കാൻ കഴിയില്ല. അവർ വാഗ്ദാനങ്ങളൊന്നും പാലിച്ചില്ല. പിന്നെ പൊളിച്ചിടാൻ പറഞ്ഞ് പൊളിച്ചിട്ട് ഒരു ലോണും ചെന്ന് കിട്ടിയിട്ടില്ല. വലിയങ്ങാടി സംഘടന കിട്ടിയിട്ടില്ല, വ്യാപാരി സംഘടന കിട്ടിയിട്ടില്ല. അതായത് കോർപ്പറേഷൻ വാഗ്ദാനം നൽകി, വ്യാപാരി വ്യവസായി ഏകോപന സമിതി വാഗ്ദാനങ്ങൾ നൽകി. ആരുടെ ഭാഗത്തും സഹായം ലഭിച്ചു? നേരെ ഒരു 50,000 റുപ്യ വന്നിട്ടുള്ളൂ. അത് ചികിത്സാ സഹായാർത്ഥം? ചികിത്സ എല്ലാം ഒന്ന് കാണിക്കാനും വേണ്ടിയിട്ടില്ല. അതിലിപ്പോൾ ഒരു 10-50 റുപ്യ എനിക്ക് ചിലവ് കഴിഞ്ഞിട്ടുണ്ടാവും. ഞാൻ 40 കെട്ട് നമ്മളെ കമാൻഡർ പുഷ്പട്ടനാണ് കെട്ടിച്ചത്. ഈ പഴകിയ കെട്ടിടം, ഈ വീട് പൊളിച്ചു നീക്കാൻ ആരാണ് ആവശ്യപ്പെട്ടത്? മുൻ ഡെപ്യൂട്ടി മേയർ മൂപ്പർ അസിസ്റ്റൻറ്റും വന്ന് പറഞ്ഞതിൽ നിൽക്കാൻ പറ്റില്ല, നമ്മൾ പെട്ടെന്ന് ലോണ് ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടാണ് അവർ. അതായത് അപകടാവസ്ഥയിലായിരുന്നു ആ കെട്ടിടം? അതെ, അപകടാവസ്ഥയിലും. അതുകൊണ്ട് അത് പൊളിച്ചു നീക്കാൻ ആവശ്യപ്പെട്ടു. അവർ പറഞ്ഞ് പൊളിച്ചോളിയിൽ നിന്നാൽ കൂടുതൽ അപകടം ഉണ്ടാവുള്ളൂ, ലോണ് നമ്മൾ പെട്ടെന്ന് ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പൊളിച്ചിട്ട് തറട്ട് കൊടുക്കുന്നത്. അപ്പോഴത്തേനും ഒരു ഇലക്ഷനിൽ തോറ്റേണ്ട ദിവസം പിന്നെ കൈ വയ്യാണ്. അതായത് അന്ന് മേയർ ബീന ഫിലിപ്പ് അടക്കം ഉള്ള ആളുകൾ നിങ്ങൾക്ക് സാമ്പത്തിക സഹായം ചെറിയ തോതിൽ തരാമെന്ന് പറഞ്ഞിട്ടാണ് പൊളിപ്പിക്കുന്നത്, ലോണ് പാസ്സാക്കി തരാറുണ്ട്. അവർ ലോണ് പിന്നെ അപ്പത്തിനും അവർ തോറ്റുപോയി. പിന്നത്തെ ഓരോരുത്തർ പോയേക്കുമ്പോൾ 1900 ആളെ വയ്യിലാണ് ഇഞ്ച പേര് എടുക്കുന്നത്. അതായത് പഴയ ഡെപ്യൂട്ടി മേയറും പറഞ്ഞ വാഗ്ദാനങ്ങൾ പുതിയ ഭരണസമിതി നടപ്പിലാക്കുന്നില്ല. അല്ല, അന്ന് അവർ തോറ്റുപോയി. അതിപ്പോൾ ഇവർ പറഞ്ഞ എന്താണ്, 1900 ആളെ കഴിഞ്ഞിട്ടേ എനിക്ക് കിട്ടുള്ളൂ. അങ്ങനെയാണ് സംഘടനകൾ കൂടിയിട്ട് ചെറിയൊരു ഈക്വാലിറ്റിയിലാക്കി തന്നെ, പല സംഘടനകൾ കൂടിയിട്ട്. നിങ്ങളുടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ എങ്ങനെയാണ്? ഇപ്പോഴൊക്കെ പണിയെടുക്കാനൊന്നും കഴിയില്ല. ഇപ്പം എന്ത് വരുമാനമാണ് നിങ്ങൾക്കുള്ളത്? വരുമാനം അഞ്ചാ തൊഴിലിന് ആരെങ്കിലും കൊണ്ട് എടുപ്പിക്കുമോ, അവർ എന്തെങ്കിലും തരുമോ, അതായിട്ട് അങ്ങനെ തട്ടിപ്പടിഞ്ഞ് പോവാണ്. അതായത് നിങ്ങളുടെ തൊഴിൽ കാർഡ് മറ്റുള്ളവർക്ക് നൽകിയിട്ട് അവരിൽ നിന്ന് നൽകുന്ന, അവർ പണിയെടുക്കുമ്പോൾ അവരെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് എന്തെങ്കിലും കിട്ടും, അതായിട്ട് ഞാൻ ജീവിച്ചു പോവാണ്. വീട്ടിലാരൊക്കെ ഉള്ളത്? വീട്ടിൽ 4 പെൺമക്കളും ഒരു മകനും ഭാര്യയും. മറ്റു വരുമാന മാർഗമൊന്നുമില്ല? ഇല്ല. പിന്നെ മകളെ ഒരു പെൻഷനുണ്ട്, സുഖമില്ലാത്തൊരു മകളുണ്ട്. അവളെ മാസം ഈ മറ്റേ പെൻഷനുണ്ടല്ലോ, അതായത് മകൾക്ക് ലഭിക്കുന്ന പെൻഷൻ കൊണ്ട് കൂടിയാണ് നിങ്ങൾ ജീവിക്കുന്നത്? തട്ടിപ്പടിഞ്ഞ് പോവാണ്. നോക്കൂ, വലിയ ഗുരുതരമായ ഒരു സാഹചര്യമാണ്. ഈ വീടാണെങ്കിൽ നമുക്ക് നോക്കാം, ഇതാ സൺഷെയ്ഡ് വരെയാണ് പണി നടന്നിരിക്കുന്നത്. ബാക്കി പണി എടുക്കുന്നതിന് ആവശ്യമായ പണം ഇവരുടെ കയ്യിലില്ല. അതോടൊപ്പം തന്നെ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ആ വീടിൻ്റെ വാടക കൊടുക്കുന്നതിന് വേണ്ടി മകൾക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ട്. അവർക്ക് ലഭിക്കുന്ന ചില പെൻഷനുണ്ട്. ആ പെൻഷൻ പണം ഉപയോഗിച്ചാണ് ഇവർ ജീവിക്കുകയും അതോടൊപ്പം തന്നെ വാടകയടക്കം നൽകുന്നതെന്നാണ് ഇവർ പറയുന്നത്. നേരത്തെയുള്ള ഭരണസമിതി, അതായത് കോർപ്പറേഷൻ്റെ ഭരണസമിതി നേരത്തെ ഉണ്ടായിരുന്ന വീട് പൊളിച്ചു നീക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. അപകടാവസ്ഥയിലുള്ള വീടായിരുന്നു. അത് പൊളിച്ചു നീക്കാൻ ആവശ്യപ്പെട്ടെങ്കിൽ പോലും പുതിയ വീട് നിർമ്മിക്കാനുള്ള സാമ്പത്തിക സഹായം അവരുടെ ഭാഗത്തുണ്ടായില്ല. അതോടൊപ്പം തന്നെ ഇവിടെയുള്ള നാട്ടുകാരും ചില സംഘടനകളും ചേർന്നാണ് ഈ വീട് ഈ നിലയിലേക്കെങ്കിലും ആക്കിയത് എന്നാണ് അവർ ആരോപിക്കുകയും ചെയ്തത്. ഏതായാലും ഭരണം മാറുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ള നമ്മൾ അത്ഭുതപ്പെടുന്ന ഒരു കാര്യമാണ്. അത്ഭുതകരമായി ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന, അല്ലെങ്കിൽ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാളാണ് ഇപ്പോൾ ജീവിക്കാൻ പെടാപ്പാടുപെടുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയത് എന്നുള്ളത് ഗൗരവമുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ പുറത്തു വരികയും ചെയ്തത്. ഏതായാലും കോഴിക്കോട് കോർപ്പറേഷൻ ഇക്കാര്യത്തിൽ എന്തെങ്കിലും നടപടിയെടുക്കും, അല്ലെങ്കിൽ അവർക്ക് ധനസഹായവും അതോടൊപ്പം തന്നെ വീട് വെക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു നൽകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് അവർക്ക് ഇപ്പോഴും ഉള്ളത്. കെ വി മഹേഷ് കുമാറിനൊപ്പം റിപ്പോർട്ടർ കെ അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.